ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം 30-ാം തിരുലിഖിതം. എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉന്നതമായ അഭിഷേകം പ്രാപിപ്പാൻ അതിയായി ആഗ്രഹിക്കുന്ന ദൈവം വലിയ അഭിഷേകത്തിന് വേണ്ടി ദൈവമക്കൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാർഗമാണ് ദൈവസ്തുതിപ്പ്. നമ്മൾ നന്നായി മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും കൈയടിക്കുകയും പാട്ടുപാടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഭൂതലത്തിൻ്റെ മുകളിൽ മൂടൽമഞ്ഞ് വന്ന് പൊതിയുന്നത് പോലെ ദൈവാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകം ആ കൂട്ടായ്മയിൽ, ആ കുടുംബത്തിൽ, ആ വ്യക്തിയുടെ മേൽ വന്ന് വലയം ചെയ്യും, വന്ന് നിറയും. ഈ സമയം നമ്മൾ അല്പനേരം പാട്ടുപാടി കൈയടിച്ച് പാടി ആരാധിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പല തിക്കിലും തിരക്കിലും പെട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് ഇരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ ഉറക്കക്ഷീണവും മടുപ്പും മന്ദതയുമായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുന്ന സാഹചര്യമായിരിക്കാം. മകനെ, മകളെ, ഇത് ആത്മാഭിഷേകം പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ മണിക്കൂറല്ലേ. നമുക്കൊരുമിച്ച് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. നന്നായി കരങ്ങളടിച്ച് പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. എല്ലാവരും കരങ്ങളടിച്ച് എല്ലാ ദുഃഖങ്ങളും, എല്ലാ ഭാരങ്ങളും, എല്ലാ മനപ്രയാസങ്ങളും, സങ്കടങ്ങളും ദൈവസ്ഥനിൽ സമർപ്പിച്ച് നന്നായി കരങ്ങളടിച്ച് വലിയ ഉണർവോടെ എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ ലോകത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന ആ പ്രാർത്ഥന കൂട്ടായ്മയോട് ചേർന്ന് വലിയ ആഹ്ലാദത്തോടെ നന്നായി കരങ്ങളടിച്ച് അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. സമൂഹമതി അന്നു കർത്തനുമാ അത്തുഘോഷിക്ക സന്തോഷത്താ. ആ സമൂഹമതി അന്നു കർത്തനുമാ അത്തുഘോഷിക്ക സന്തോഷത്താ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആഹ്ലാദത്തോടെ ആനന്ദമേ,
ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശക്തിയുടെ അഭിഷേകം, ആനന്ദത്തിന്റെ അഭിഷേകം, ഉണർവിന്റെ അഭിഷേകം, സ്തുതിപ്പിന്റെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിറയട്ടെ, ദൈവാത്മാവ് നിറയട്ടെ, സ്തുതിപ്പിന്റെ ആത്മാവ് നിറയട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, ആത്മീയ ഉണർവ് ലഭിക്കട്ടെ, ദൈവകൃപ ജ്വലിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, പാപചങ്ങല പൊട്ടട്ടെ, അന്ധകാര പിടകൾ മാറട്ടെ, ദൈവകൃപ ഉയരട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ, ദൈവാരാധന ഉയരട്ടെ, എല്ലാ ആദരങ്ങളും ദൈവസ്തുതി നിറയട്ടെ, നാവിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. മകനെ മകളെ, ഇത് ദൈവാരാധന സമയം, ഇത് ദൈവത്തെ സ്തുതിക്കുന്ന സമയം. കുഞ്ഞെ, നീ കർത്താവിനെ ആരാധിക്കുക. മകളെ മകനെ, നീ ഇന്ന് കുടുംബത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഹൃദയങ്ങളെ തൊടണമേ കർത്താവേ. പ്രാർത്ഥന നഷ്ടപ്പെട്ടവര്, വിശ്വാസം മങ്ങിപ്പോയവര്, തീക്ഷ്ണത കുറഞ്ഞവര്, എല്ലാ മക്കളെ സ്പർശിക്കണമേ. എന്റെ കർത്താവായി യേശു പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് വീണ്ടെടുത്തതാണല്ലോ എൻ്റെ ആത്മാവ്. അവിടുന്ന് വീണ്ടും വരുന്ന നാളിൽ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് എന്നെ വീണ്ടും സ്വർഗത്തോട് ചേർക്കാൻ വാനമേഘങ്ങളിൽ ദൂതന്മാർ അകമ്പടിയോടെ ഒരു നാൾ അവന് വീണ്ടും വരും. അപ്പോൾ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ അവിടത്തേക്ക് യോഗ്യനായ വിധം വിശുദ്ധിയോടും നിഷ്കളങ്കതയോടും കാണപ്പെടാൻ, ഓ ദൈവമേ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. വിശുദ്ധി കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ പൊതിയണമേ. എൻ്റെ കർത്താവ് വാനമേഘത്തിൽ വീണ്ടും വരുമ്പോൾ എൻ്റെ കർത്താവിനെ എതിരേൽക്കാൻ തക്കവണ്ണം ഒരു ഉണർവ് കൊണ്ട് എന്നെ വലയം ചെയ്യണമേ. എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ എൻ്റെ കർത്താവ്. എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ എൻ്റെ യേശു വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. അവൻ വീണ്ടും വരും. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. കോടാകോടിതൻ ദൂതരുമാ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം മദ്യപാനം വചനാനുസൃതമോ എന്നുള്ളതിനെ കുറിച്ചാണ്. എഫേസസ് ലേഖനത്തിൽ 5-ാം അധ്യായം 18-ാം തിരുലിഖിതം, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം ദൈവമക്കളെ ഇന്ന് സാത്താൻ ചില അന്ധകാര ചിന്തകൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അവർ പറയുകയാണ്, അല്പം മദ്യം കുടിച്ചോളന്ന് കുഴപ്പമില്ല, ഞായറാഴ്ച ദേവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് വന്നാൽ ഇരിക്കുക, വട്ടം കൂടുക, കുപ്പി പൊട്ടിക്കുക. ഇന്ന് അനേകരുടെ ഒരു ശീലമാണത്. ഒരു ദേശത്തുള്ളവർ പറഞ്ഞെങ്ങനെയാണ്, ഈസ്റ്ററിനും ക്രിസ്മസിനും എല്ലാം പള്ളിയിലെ കുർബാന കഴിഞ്ഞ് കുർബാനയെല്ലാം സ്വീകരിച്ച് വീട്ടിൽ വന്ന് പിന്നെ കുപ്പി പൊട്ടിക്കലും ബഹളമാണ്. വേറൊരു സ്ഥലത്ത് പറഞ്ഞെങ്ങനെയാണ്, പെരുന്നാളിന് പള്ളിയുടെ ആഘോഷങ്ങളും തിരുനാളാഘോഷങ്ങളും എല്ലാം നടക്കുമ്പം തിരുനാൾ നടത്തുന്നവരും അതിനോടനുബന്ധിച്ചവരും അപ്പുറത്ത് ബാറ് പോലെ കുപ്പികളെല്ലാം കൂടി അടിക്കടിക്ക് വെച്ചിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് കുടിക്കുക. എല്ലാം ഒരു പ്രഹസനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് എന്താണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കണം ചിന്തിക്കണം. അനേകർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഇതൊന്നും സാരമില്ല, ബൈബിൾ ഇത് കുറച്ചൊക്കെ അംഗീകരിക്കുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ലെന്ന്. എന്താ ഇതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നത്? ആദ്യമായി നാം ഇതിനെക്കുറിച്ച് കാണുന്നത് യെശയ്യാ പ്രവാചക ഗ്രന്ഥത്തിൽ 22-ാം അധ്യായത്തിൽ 13-14 തിരുലിഖിതങ്ങളിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ഇതാ അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകുടിയും നമുക്ക് തിന്നുകുടിച്ച് മതിക്കാമെന്നവർ പറയുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ പാപം ക്ഷമിക്കപ്പെടുകയില്ല.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവായ ഞാനാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ദൈവം വളരെ കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗമാണ് യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നീ മരിക്കുന്നത് വരെ ഈ പാപം ക്ഷമിക്കപ്പെടുകയില്ലെന്ന് അവരോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ് ദൈവം യെശയ്യായ്ക്ക് ദൂത് കൊടുക്കുകയാണ്. എന്താ കാരണം? പകൽ യെശയ്യാ കണ്ട ഏതോ രംഗം, അവിടെ ഇറച്ചി തീറ്റ, വീഞ്ഞുകുടി, ബഹളം, കർത്താവിൻ്റെ അംഗീകാരം അതിൻ്റെ മേലില്ല എന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. ഭോജനപ്രിയവും മദ്യപാനവും രണ്ടും ഒന്നിച്ചു പോകുന്ന ഇരട്ട സഹോദരങ്ങളാണ്. ദൈവമായ കർത്താവ് തന്റെ വചനം വഴി ഇതിന് തന്റെ അംഗീകാരം ഇല്ല എന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിങ്ങനെയാണ്: ഈ അകൃത്യം നീ മരിക്കുന്നത് വരെ ക്ഷമിക്കപ്പെടുകയില്ല. ബൈബിൾ മദ്യപാനത്തെ വിളിക്കുന്നത് അകൃത്യം എന്നാണ്. ഇത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണെന്നും ദൈവം അംഗീകരിച്ച വഴികളാണെന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ബൈബിൾ മദ്യപാനത്തെ വിളിക്കുന്ന വാക്ക് അകൃത്യം എന്നാണ്. എന്തുകൊണ്ടാണ് മദ്യപാനം അകൃത്യമായി മാറുന്നത്? അതിന് 5 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം റോമാലേഖനം 13-ാം അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങൾ. ഇതാ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ചു നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യാസക്തിയിലോ അവിഹിത വീഴ്ചകളിലോ വ്യാപരിക്കരുത്. അവിഹിത വീഴ്ച പോലെ ഒരു വൃത്തികെട്ട പാപമാണ് മദ്യപാനം. റോമാലേഖനം 13-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ലോകത്തിലുള്ള മുഴുവൻ പ്രവൃത്തികളെയും ദൈവവചനം 2ആയി തിരിക്കുകയാണ്. 1 പ്രകാശത്തിന്റെ പ്രവൃത്തി, 2 ഇരുട്ടിന്റെ പ്രവൃത്തി. മദ്യപാനം ഇരുട്ടിന്റെ പ്രവൃത്തിയായിട്ടാണ് ദൈവത്തിന്റെ വചനം പരിചയപ്പെടുത്തി തരുന്നത്. മദ്യപാനം അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ല, അത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്, അത് അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. മദ്യം പാപമാണെന്ന് പറയാനുള്ള 2ാമത്തെ കാരണം അത് ജഡത്തിന്റെ ദുരാസക്തിയാണ്. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 19 മുതൽ തിരുലിഖിതങ്ങൾ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അത് അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇദൃശമായ മറ്റു പ്രവർത്തികളും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മദ്യപാനത്തെ ജഡത്തിന്റെ ദുരാസക്തിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതാണ് എഫേസോസ് ലേഖനം 5:18 നാം വായിക്കുന്നത്: നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ മദ്യപിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ ആത്മാവിന്റെ സ്ഥിതി എന്താണെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രു. അവൻ ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അവന് കഴിയുകയുമില്ല. ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നോക്കുക, ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ ജഡപ്രകാരമുള്ള അവൻ്റെ ആഗ്രഹം, ജഡത്തിൻ്റെ ദുർമോഹത്തെ അവൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ, തൃപ്തിപ്പെടുത്തുമ്പോൾ അവൻ ദൈവത്തോട് ശത്രുതയിലാകുന്നു. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അവൻ ദൈവികമായി വട്ടപൂജ്യമായി മാറും. കുർബാന സ്വീകരിച്ചിട്ട് പോയി മദ്യപിക്കുന്നവർ എത്രയോ വൃത്തികെട്ട പാപമാണ് ചെയ്യണത്. മദ്യപിച്ചിട്ട് വന്ന് കുർബാന സ്വീകരിക്കുന്നവർ എത്രയോ ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മക്കളെ, ദൈവ പൈതലേ, ഒരു കാരണവശാലും മദ്യപാനത്തിലൂടെ, ജഡികമായ ഈ ദുർമോഹത്തിന് അടിമപ്പെട്ട് മദ്യപാനത്തിലൂടെ ശരീരത്തെ അശുദ്ധമാക്കരുത്. ഇത് ദൈവത്തിന്റെ ആലയമല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യം പാപമാണെന്ന് പറയാനുള്ള 3ാമത്തെ കാരണം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21 വാക്യത്തിന്റെ അവസാന ഭാഗം: ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വാതിലടയ്ക്കുന്ന പാപമാണ് മദ്യപാനം. മദ്യം പാപമാണെന്ന് പറയാനുള്ള 3ാമത്തെ റീസൺ ദൈവവചനം പഠിപ്പിക്കുകയാണ്: ദൈവരാജ്യത്തിന്റെ വാതിലടയ്ക്കുന്ന പാപമാണ് മദ്യപാനം. കൊരിന്ത്യസ്കാർക്ക് 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം: അസന്മാർഗികളും കള്ളന്മാരും വ്യഭിചാരികളും മദ്യപാനികളും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവവചനം സംശയത്തിന് ഇടയില്ലാത്ത വിധം അസന്നിഗ്ധമായി പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതാ, മദ്യപാന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യം പാപമാണെന്ന് പറയാനുള്ള
നാലാമത്തെ കാരണം, ഹോസിയ പ്രവാചന പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുലിഖിതം, തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവർ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയിൽ മദ്യം കഴിക്കുന്നതോടുകൂടെ മദ്യപിശാച് കയറിയിരിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ വ്യഭിചാരം കഴിയുന്നതോടുകൂടെ വ്യഭിചാര ഭൂതം കയറിയിരിക്കുകയാണ്. സ്വർഗഭോഗം ചെയ്യുന്ന വ്യക്തിയിൽ സ്വർഗഭോഗം കഴിയുന്നതോടുകൂടെ സ്വർഗഭോഗത്തിന്റെ ദുരാത്മാവ് കയറി ആവസിക്കുകയാണ്. ഏത് പാപമാണോ ഒരു വ്യക്തി ചെയ്യുന്നത്, ആ വ്യക്തി ആ പാപം ചെയ്യുന്നതോടുകൂടെ ആ വ്യക്തിയുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് ആ വ്യക്തിയുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായ, ദൈവത്തിൻ്റെ വീടായ, പരിശുദ്ധാത്മാവിൻ്റെ ടെമ്പിളായ ശരീരം പിശാചിന് തീരെഴുതി കൊടുക്കുന്ന സമയമാണ്. മദ്യം കുടിക്കുന്ന വ്യക്തി, മദ്യം കുടിക്കുന്ന പൈതലെ, നീ മദ്യപിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധാലയമായി നിന്റെ ശരീരത്തെ നീ ഡെസക്രേറ്റ് ചെയ്യുന്നു. അത് നീ പിശാചിന് തീരെഴുതി കൊടുക്കുകയാണ്. ദൈവത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത ഈ ശരീരത്തെ മദ്യപിക്കുമ്പോൾ ഞാനും നിങ്ങളും പിശാചിനായി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഡെസക്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരീരം അശുദ്ധമാക്കുന്ന പാപമാണ് മദ്യപാനം. ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപമാണ് മദ്യപാനം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ദൈവം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പ്രപഞ്ചഗോളമോ, ഏതെങ്കിലും ഒരു നക്ഷത്രമോ, ഏതെങ്കിലും ഒരു ഗ്രഹമോ തനിക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം കണ്ടെത്തിയോ? ദൈവം എല്ലാ സൃഷ്ടികളും കർമ്മങ്ങളും കഴിഞ്ഞപ്പം കൊള്ളാം, നല്ലത് എന്ന് ദൈവം കണ്ടു. എന്നാൽ എല്ലാ സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം ചിന്തിച്ചു, ഇനി എനിക്ക് താമസിക്കാൻ ഒരു സ്വന്തം വീട്. അങ്ങനെ ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ ദൈവം ഒരു ഡിസൈൻ ഇട്ടു. അങ്ങനെ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് ദൈവം രൂപകൽപ്പന നൽകി. ദൈവം പറഞ്ഞു, ഇതുവരെയുള്ളതെല്ലാം ഉണ്ടാകട്ടെ 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 എന്ന് കൽപ്പിച്ച് വചനം വഴി ഞാൻ സൃഷ്ടിച്ചെങ്കിൽ എനിക്ക് താമസിക്കാനുള്ള വീട് ഞാൻ എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് മെനഞ്ഞെടുക്കും. അങ്ങനെ ദൈവത്തിന് കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്ത് അടിച്ച് മെഴുക്കി തേച്ച് വെടിപ്പാക്കി പെയിന്റ് അടിച്ച് ഇലുമിനേഷൻ നടത്തി വയറിങ് നടത്തി അങ്ങനെ ദൈവം എടുത്തു വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് മനുഷ്യ ശരീരം. ഇത് വളരെ നല്ലതെന്ന് കണ്ട് ദൈവം ഈ മനുഷ്യ ശരീരത്തിലേക്ക് ആവസിച്ചു. അതുകൊണ്ട് ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്, ഈ മനുഷ്യ ശരീരം കർത്താവിൻ്റെതാണ്. കൊരിന്ത്യർ 1 ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിത അവസാന ഭാഗം, ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. കർത്താവ് ശരീരത്തിന് വേണ്ടി, ഉദരം ആഹാരത്തിനും ആഹാരം ഉദരത്തിന് വേണ്ടി എന്നതുപോലെ, റെയിൽപാളം ട്രെയിനും ട്രെയിൻ റെയിൽപാളത്തിന് വേണ്ടി എന്നതുപോലെ ഒരു കോമ്പിനേഷൻ ഇതാ ദൈവവചനം നമുക്ക് പഠിപ്പിക്കുകയാണ്. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഇത് ദൈവത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലമാണ്. നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ സ്ഥിതി എന്താ? ഇടവക ദേവാലയം പറഞ്ഞാൽ മനുഷ്യൻ നിർമ്മിച്ചിട്ട് ഒരു ബിഷപ്പിനെ കൊടുന്ന് വെഞ്ചരിപ്പിച്ച് കൂദാശ ചെയ്ത് മനുഷ്യൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവത്തിന് കൊടുത്ത്. എന്നാൽ മനുഷ്യ ശരീരത്തിന്റെ സ്ഥിതിയോ, ദൈവത്തിന് വേണ്ടി ദൈവം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലം. അങ്ങനെ ദൈവത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവം താമസിക്കുന്ന സ്ഥലമാണ് മനുഷ്യ ശരീരം. അവിടെ ഞാനും നിങ്ങളും മദ്യപിക്കുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങളും ആ ശരീരത്തെ അശുദ്ധമാക്കുന്നു. കൊരിന്ത്യർ 1 ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. മദ്യപിക്കാനും കഞ്ചാവ് ഉപയോഗിക്കാനും ഹാൻസ് ഉപയോഗിക്കാനും പാൻപരാഗ് ഉപയോഗിക്കാനും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും ലിക്കർ ഉപയോഗിക്കാനും ടുബാക്കോ ഉപയോഗിക്കാനും ഒക്കെ കർത്താവ് അനുവാദം തന്നിട്ടുണ്ടോ? ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഈ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. കർത്താവിൻ്റെ വചനം നിരോധിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഞാനും നിങ്ങളും മദ്യപിക്കുമ്പോൾ, ഞാൻ നിങ്ങളും ബീഡി ഉപയോഗിക്കുമ്പോൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, ടുബാക്കോ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ ആലയത്തെ അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. മദ്യം പാപമാണെന്ന് പറയാനുള്ള 5-ാമത്തെ കാരണം, ഈ മദ്യം ഒരു വ്യക്തി തൻ്റെ ശരീരത്തിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തിന് അന്തസ്സിനെതിരായി അവൻ തെറ്റ് ചെയ്യുന്നു. ഇന്ത്യ ഗവൺമെൻറ് വലിയൊരു സർവീസ് ചെയ്തിട്ടുണ്ട്. ഓരോ കള്ള് ഷാപ്പിൻ്റെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഓരോ സിസർ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും, മദ്യപാനമാകട്ടെ പുകവലിയാകട്ടെ
ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായ ഏതൊരു പ്രവൃത്തിയും ദൈവത്തിനെതിരായ പാപമാണ്, ശരീരത്തിനെതിരായ പാപമാണ്. ഓരോ തവണ മദ്യപിക്കുമ്പോഴും പ്രിയ പൈതലേ, നിന്റെ പാരമ്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നീ കണ്ട ചില കൾച്ചറിൻ്റെ ആ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ നീ ചെയ്യുമ്പോൾ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനത്തെ നിന്ദിക്കുകയും നിന്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തെ നീ നിഷേധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, രണ്ട് കരങ്ങളും തുറന്നു പിടിക്കാം. ഇതാ പിതാവായ ദൈവം എന്നെ നിങ്ങളെ തൊട്ടു വിളിക്കുകയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ യേശുവിലേക്ക് വരിക. അവന്റെ രണ്ടാം വരവിന് വേണ്ടി നീ ഒരുങ്ങുക. യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ കാലമായ ഓർത്തു വന്നിടുക. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. നീതിമാനെ ഓർത്തിടുന്ന ദൈവം ദൈവമേ, വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. പിതാവേ, പാപി നിന്നെ വിളിക്കുന്നു താതൻ, പിതാവേ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. അന്ധകാരങ്ങൾ തകരട്ടെ. നീ യേശുവിങ്കൽ വാ, അപ്പാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, പിതാവേ, ഇനി എങ്ങനെ ഈ ലോകം വിട്ടു പോകും. പിതാവേ, നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. പിതാവേ, ഈ നിമിഷം അനുഗ്രഹിക്കണം. കുടുംബങ്ങളെ വിടുവിക്കണമേ അപ്പ, ഓരോ കുടുംബങ്ങളെ വിടുവിക്കണമേ അപ്പ, ഓരോ ആത്മാക്കളെ തൊടണമേ അപ്പ. മദ്യപാനം തകരുന്നവര്, മദ്യപിച്ചിട്ട് ഇത് തെറ്റല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും, സാത്താൻ തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അടിമയാക്കി ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ വംശങ്ങളെയും അപ്പ ഇപ്പോൾ സ്പർശിക്കണമേ, തൊടണമേ, വിടുവിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നുണയുടെ കയറ് കെട്ടി പാപത്തെ കെട്ടിവലിക്കുന്നവന് ദുരിതം. ഹല്ലേലൂയ.
Lord Jesus. സ്വർഗം തുറന്ന് സക്രാരിയിൽ വാഴും യേശു മഹേശന് ആരാധന, ആരാധന, സ്തുതി ഗീതങ്ങൾ പാടി നിന്നെ നമിച്ചു പുകഴ്ത്തിടുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ചേർന്ന് ഹൃദയം നുറുങ്ങി നിലവിളിക്കട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 34-ാം സങ്കീർത്തനത്തിൽ 18-ാം തിരുലിഖിതം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്വർഗത്തിൽ നിന്ന് ഉന്നതമായ അഗ്നി അഭിഷേക കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വംശങ്ങളുടെ മേലും തലമുറകളുടെ മേലും കുടുംബങ്ങളുടെ മേലും കാലങ്ങളായി പിടികൂടിയിരിക്കുന്ന ഓരോ ജീർണതകളും തിന്മകളും ആധിപത്യങ്ങളും എല്ലാ അന്ധകാരപീഠകളും യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, രക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ യേശുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്താൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ.